ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ പ്രഭവ കേന്ദ്രങ്ങൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തു പക്ഷികളെ കൊന്നു നശിപ്പിക്കും. 20,000-ഓളം പക്ഷികളെയാണ് നശിപ്പിക്കാൻ പോകുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഈ നാശത്തിൻ്റെ വാർത്തയുമായി അശ്വിൻ പാലാഴി മോർണിംഗ് ഷോയിൽ. അശ്വിൻ, ഗുഡ് മോർണിംഗ്. നല്ലൊരു പ്രഭാതമല്ല ഈ പക്ഷികൾക്ക്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. പക്ഷികൾക്ക് മാത്രമല്ല, അതിനെ വളർത്തിയ കർഷകർക്കും നല്ലൊരു പ്രഭാതമല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇന്ന് കൊന്നു നശിപ്പിക്കുന്നത് 19,881 പക്ഷികളെയാണ്. അതിൽ കോഴികളും താറാവുകളും കാടകളും ഉൾപ്പെടും. ഇന്നലെയാണ് ഭോപ്പാലിലെ പരിശോധനാ കേന്ദ്രത്തിൽ നിന്ന് പക്ഷികളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിസൾട്ട് പുറത്തു വന്നത്. അതോടുകൂടിയാണ് അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ഈ പക്ഷി പനി സ്ഥിരീകരിച്ചിരിക്കുന്ന 8 പഞ്ചായത്തുകളിലെ വാർഡുകൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെ കൊന്നൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയത്. 2021 ഒരു നിയമപ്രകാരമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പക്ഷികൾ ഉള്ളത് ചെറുതനയിലാണ്. 4,500-ലധികം പക്ഷികളെയാണ് അവിടെ കൊന്നൊടുക്കുന്നത്. അതിൽ ഭൂരിഭാഗവും താറാവുകളാണ്. ആലപ്പുഴയെ സംബന്ധിച്ച് താറാവ് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന, താറാവ് ഇറച്ചിയും കറിയുമൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ജില്ല കൂടിയാണ്. ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ സീസണാണ്. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന സമയം കൂടിയാണ്. അവർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം കൂടിയാണ് ഈ താറാവ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. എന്തായാലും അതിനെയൊക്കെ വലിയ തിരിച്ചടിയാണ് ഈ പക്ഷിപ്പനി പറന്നോടുകൂടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഈ കർഷകരെയും മറ്റുള്ള ആളുകളെയും ഒക്കെ സംബന്ധിച്ച് ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യം. നിലവിൽ എന്തായാലും ദ്രുതകർമ്മ സേനാംഗങ്ങൾ ഈ കള്ളിങ്ങിനുള്ള ജോലികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. രാവിലെ 10 മണിയോടുകൂടി ഈ പക്ഷിപ്പനി ബാധിച്ച 1 കിലോമീറ്റർ ചുറ്റലിലുള്ള പക്ഷികളെല്ലാം കൊന്നൊടുക്കുന്നതിനുള്ള ജോലികൾ ആരംഭിക്കും. എന്തായാലും 8 പഞ്ചായത്തുകളിലാണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവിടെയുള്ള ജനങ്ങൾക്കും കർശന ജാഗ്രത നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. അസ്വാഭാവികമായി പക്ഷികൾ ഇങ്ങനെ വീട്ടുപരിസരത്തേക്കുള്ള പക്ഷികൾ കൂട്ടമായി ചത്തുപോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. ഒപ്പം ഇങ്ങനെ മരണപ്പെടുന്ന പക്ഷികളെ കുഴിച്ചിടാനടക്കമുള്ള നടപടികളിലേക്ക് പോകുമ്പോൾ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. മാസ്കും കയ്യുറയും ഒക്കെ ധരിച്ച് വേണം അവയെ മറവ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ബ്ലീച്ചിങ് പൗഡർ അടക്കമിട്ടാണ് ഇതിനെ മറവ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള കുമ്മായം, ബ്ലീച്ചിങ് പൗഡർ തുടങ്ങിയ വസ്തുക്കളിട്ട് വേണം മറവ് ചെയ്യാൻ എന്നൊരു നിർദ്ദേശം കൂടി ഇന്നലെ ചേർന്ന ജില്ലാ നേതൃയോഗത്തിൽ, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് 19,000-ലധികം പക്ഷികളെയാണ് സ്കെയിൻ കൊന്നൊടുക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.